പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനമായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. നാം ഒരുമിച്ചുള്ള ഈ ദൈവവചന പഠനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പുതുതായി പല പ്രിയപ്പെട്ടവരും ചേരുന്നുണ്ട്. അവരെയും വളരെ ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് ദൈവവചനം പഠിപ്പിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസ്. അദ്ദേഹം തുടർമാനമായി വെളിപ്പാട് പുസ്തകം അതിശക്തമായ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ, അത് ഇപ്പോൾ ലൈവായി കേൾക്കുന്നവർ, പിന്നീട് അത് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കരുണയുള്ള തമ്പുരാനെ, പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ അപ്പച്ച, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ്, വീണ്ടും ഞങ്ങൾക്ക് ഹല്ലേലൂയ ഒരു ദിവസം കൂടെ ദാനമായി തന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ ക്ലാസ്സിനായി കടന്നു വന്നിരിക്കുക കർത്താവേ. ഹല്ലേലൂയ, ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന അഭിഷേകത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശക്തമായി കർത്താവ് ഉപയോഗിക്കണമേ. അത് ഞങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ വിശേഷ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറച്ച കർത്താവേ, അത് പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളെ സഹായിക്കണം. ലാലു പാസ്നായി, ഷാജി പാസ്നായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യത്തായിരിക്കുന്ന ഞങ്ങളുടെ ദൈവദാസൻ ആൻഡ്രോസ് പാസ്നായി സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാടിലൂടെ ഞങ്ങളോട് സംസാരിപ്പാൻ കർത്താവെ സഹായിക്കുമാറാണ്. ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ. വീണ്ടും ഞങ്ങളുടെ മധ്യേ ഞങ്ങളെ പഠിപ്പിക്കാൻ കൃപ കൊടുക്കണേ കർത്താവെ. ഞങ്ങൾ താഴ്ന്നിരിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ ആശ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പാസ്റ്റർ CB ആൻഡ്രൂസ്, പ്ലീസ്. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ ഈ ടൈമിലെ 7ാമത്തെ ലെസണിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജേക്കുവിനെ ഓർത്ത് സ്തോത്രം. പാസ്റ്റർ ഷിബു കെ ദാനിയലിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നല്ലോ. ദൈവം നമ്മളെല്ലാം കഴിഞ്ഞ ഒരാഴ്ച തൊട്ടക്കാലം കാത്തു സൂക്ഷിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3 ഭാഗമായി തിരിച്ചിരിക്കുന്ന ഇപ്പോൾ ഉള്ളത് എന്ന സബ്ജക്റ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു. നീ കണ്ടത്, അത് 1-ാം അധ്യായം. ഇപ്പോൾ ഉള്ളതാണ് 2ഉം 3ഉം അധ്യായങ്ങൾ. അതിൽ നമ്മൾ 5 സഭകളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. ഇനി 2 സഭകളെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാൻ തക്കുന്നത്. നമ്മൾ വളരെ വിശദമായിട്ടാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ഫിലദൽഫിയ സഭയെക്കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിക്കാം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളിച്ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്ത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരുപാട് മുഖവര പറയാതെ ആ വെളിപ്പാട് പുസ്തകത്തിന്റെ ഈ ഫിലദൽഫിയ സഭയെക്കുറിച്ചുള്ള ദൂതരിക്ക് നമ്മൾ കയറുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. ഫിലദൽഫിയ സഭ ഫിലദൽഫിയ എന്ന് പറയുന്നത് അത് തുർക്കിയിലുള്ള ഒരു സ്ഥലമാണ്. ഫിലദൽഫിയ ബൈബിളിൽ കാണുന്ന 2 പ്രധാന വാക്കുകളാണ്, പേരുകളാണ് ഫിലിപ്പിയ സഭയെന്നും ഫിലദൽഫിയ എന്നും. ഇത് രണ്ടും ഞങ്ങൾ തെറ്റിപ്പോരുത്. ഫിലിപ്പിയ എന്ന് പറയുന്ന പട്ടണം യൂറോപ്പിലുള്ള ഒരു പട്ടണമാണ്. അവിടെയാണ് യൂറോപ്പിൽ ആദ്യമായി സുവിശേഷത്തിന്റെ വാതിൽ തുറന്നപ്പോൾ ആദ്യം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. പൗലോസിന്റെ ബർന്നബാസിന്റെ ഒക്കെ 1-ാം മിഷണറി യാത്രയിൽ അത് ധാരാളം അനുഭവങ്ങൾ ഈ തുർക്കി രാജ്യത്ത് നടന്നായി നമ്മൾ കാണുവാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന മൊത്തം ഇന്നത്തെ രാജ്യത്തിന്റെ പേര് വെച്ചാണ്. ആസിയ, ഏഷ്യ എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും എവിടെയാണ് പിടികിട്ടത്തില്ല. ഈ 7 സഭകളും തുർക്കി രാജ്യത്തുള്ള സഭകളാണ്. തുർക്കിയിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം കടന്നു വന്നെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്.
അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ എത്തി ആദ്യമേ 12 ശിഷ്യന്മാരെ സ്നാനപ്പെട്ട് ദൈവത്തിന്റെ കൃപയിലേക്ക് കടന്നുവന്ന് എഫെസോസിൽ ഒരു സഭയുണ്ടായി. അതാണ് അവിടെ ആദ്യമായിട്ട് 12 പേരെ തുർക്കിയിൽ സ്നാനപ്പെടുത്തിയ അനുഭവം. അതിനുശേഷം അവിടുന്ന് താൻ യാത്ര ചെയ്ത് തൊറന്നല്യോസിന്റെ പാഠശാലയിൽ, നമ്മൾ അപ്പോസ്തലപ്രവൃത്തി അത് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, തൊറന്നല്യോസിന്റെ പാഠശാലയിൽ 2 വർഷക്കാലം താമസിച്ച് താൻ ബൈബിള് പഠിപ്പിക്കാൻ, തിരുവചനം പഠിപ്പിക്കാൻ തക്കവണ്ണം. അതൊരു ബൈബിൾ സ്കൂളായിരുന്നു. ഒരു ബൈബിൾ, നമ്മളിപ്പോൾ നടത്തുന്ന പോലെ ഒരു ബൈബിൾ ക്ലാസ് ആയിരുന്നു അവിടെ നടത്തിയ വേദപഠന ക്ലാസ്സിൽ. അവിടെ തുർക്കിയിലുള്ള അനേകരെ കർത്താവിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം തീർന്നു. അങ്ങനെ സ്ഥാപിതമായ സഭകളിലാണ് ഈ തുർക്കിയിലെ സഭകൾ. അങ്ങനെയാണ് ഫിലദൽഫിയയിലും സുവിശേഷം ചെന്നെത്തുവാനും അവിടെ വാതിൽ തുറന്ന് അവിടെയും പ്രവർത്തനം ആരംഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. മൊത്തം തുർക്കിയിലെ 3 വർഷം താമസിച്ചു എന്ന് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയും. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് ഈ കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരോട് സംസാരിക്കുമ്പോൾ, ഞാൻ 3 വർഷം ആസിയിൽ നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുകയും. അപ്പൊ 3 വർഷത്തെ തൻ്റെ ബൈബിൾ ക്ലാസിന്റെ പ്രവർത്തനമാണ് തുർക്കി എല്ലാ ഏരിയയിലും താൻ സഞ്ചരിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാനിടയായത്. അങ്ങനെയാണ് ഈ ഫിലിപ്പിയിലും സഭ ഉണ്ടാകുവാൻ തക്കവണ്ണമായി തീർന്നത്. പെർഗമോസിൽ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഫിലിപ്പിയ സഭ, ഫിലദൽഫിയ സഭ. ഞാൻ ഫിലിപ്പിയ സഭയെ കുറിച്ചല്ല പറയുന്നത്. ഫിലിപ്പിയ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരു രാജ്യം, ഒരു സ്ഥലമാണ്. അവിടാണ് ആദ്യമേ രക്ഷിക്കപ്പെട്ട് വന്നത്. ലുദിയാണ്. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് വെളിച്ചപ്പാടത്തിക്കാരിയായിരിക്കുന്ന ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ടു. പിന്നീട് കാരാഗ്രപ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. 16-ാം അധ്യായത്തിൽ എൻ്റെ ഹിസ്റ്ററി ഉണ്ട്. യൂറോപ്പിലെ ആദ്യം രൂപം കൊണ്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായിരുന്നു ഫിലിപ്പിയ. അവിടെ വെച്ചാണ് പൗലോസിനൊക്കെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടൊക്കെ ചെയ്ത സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ലുദിയ എന്ന് പറയുന്ന സ്ത്രീ മുഖാന്തരമാണ് ലുദിയായ്ക്ക് ഫിലിപ്പിയ യൂറോപ്പിൽ തനിക്ക് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നതിനാൽ രക്താംബരം വിളിക്കുന്നവരായി തുയത്തേരക്കാരത്തിയായ സ്ത്രീ, തുയത്തേര എന്ന് പറയുന്നതും തുർക്കിയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെയും അവിടെ മുഖാന്തരം ഒരു സഭ ഉണ്ടാകാൻ തക്കവണ്ണം. ഈ സ്ത്രീയുടെ പ്രവർത്തന മുഖാന്തരമാണ് തൻ്റെ ഭവനത്തിൽ വാതിൽ ഫിലിപ്പിയായി വാതിൽ തുറന്നു കൊടുത്ത് അനേകരെ കർത്താവിലേക്ക് ആനയിപ്പാൻ തക്കവണ്ണം. അവിടെ പൗലോസിനെയും ശീലാസിനെയും വരുത്തി ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം. അവിടെയും അനുഗ്രഹിക്കപ്പെട്ട സഭ ഉണ്ടായത് അത് ഫിലിപ്പിയ സഭ. ഇത് രണ്ടും മാറിപ്പോയത്. ഇനി നമുക്ക് ഫിലദൽഫിയ സഭയിലേക്ക് കടന്നു വരാം. ഫിലദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. സഹോദര സ്നേഹം. നമ്മൾ പല ഭവനങ്ങളിലും ഫിലദൽഫിയ എന്നുള്ള പേര് ഇടുന്നുണ്ട്. പല സഭാഹോളിനും ഫിലദൽഫിയ എന്നുള്ള പേരിടുന്നുണ്ട്. ഇതൊരു ദേശമാണ്. ഇവിടെ ഫിലദൽഫിയ എന്ന് പറയുന്ന ഒരു സ്ഥലം അമേരിക്കയിലുണ്ട്. അമേരിക്കയിലെ ആ സ്ഥലത്ത് നിന്ന് കയറിയ വ്യക്തിയാണ് അജു തോമസ്. പാസ്റ്റർ ലാലു ജയ്ക്കുമൊക്കെ ഇവിടെ വന്ന് അവിടെ ഒക്കെ സന്ദർശിച്ചിട്ടുള്ളത്. അത് ഹിസ്റ്ററി സൃഷ്ടിച്ച ഒരു വലിയ സിറ്റിയാണ് ഫിലദൽഫിയ, അമേരിക്കയിലുള്ള ഫിലദൽഫിയ. ഇവിടുന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ വേണ്ടി അനേകരെ രക്തച്ചൊരിച്ചിൽ നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫിലദൽഫിയ. അവിടെ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട അജു ഇപ്പോൾ കയറി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പട്ടണം സ്ഥാപിച്ചത് അറ്റാലസ് ഫിലദൽഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു രാജാവാണ്. അദ്ദേഹം പെർഗമോസിന്റെ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഫിലദൽഫിയ എന്നുള്ള പേര് കടന്നു വരാനിടയായത്. ഇതൊരു സമ്പന്ന നഗരമായിരുന്നു. ധാരാളം വ്യവസായങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇതൊരു ചെറിയ പട്ടണവുമാണ്. അവിടെ വളരെ ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നു. കൈസറെ ആരാധിക്കുന്ന, അന്ന് റോമൻ ഗവൺമെന്റിന്റെ അധീനതയിലായിരുന്നു ഇതെല്ലാം. കൈസറെ അഥവാ റോമൻ ഗവൺമെന്റിനെ കീഴടങ്ങി പോകുന്ന ഒരു കാലയളവായിരുന്നു ഇത്. AD 17 ഒരു വലിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഈ ഫിലദൽഫിയ എന്ന് പറയുന്ന പട്ടണം തകർന്നു പോയി. പിന്നെ റോമൻ ചക്രവർത്തിയായിരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തിബരിയോസ് കൈസറാണ് ഈ പട്ടണം വീണ്ടും പണിയുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. ഇവിടെ
ധാരാളം മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ വളരെ പ്രസിദ്ധമായ ഒരു നഗരമായിരുന്നു ഫിലദൽഫിയ. 1392 തുർക്കികൾ ഈ പട്ടണത്തെ പിടിച്ചടക്കി. തുർക്കി ഇന്ന് ഈ പട്ടണത്തിന്റെ പേര് അല്ലക് ഷഫർ എന്നുള്ള പേരിനാണ് അറിയപ്പെടുന്നത്. എന്നാൽ ക്രിസ്തീയ ചരിത്രത്തിൽ ഫിലദൽഫിയ ആണെന്ന് അവിടെ വ്യക്തമായി തെളിഞ്ഞ് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് മുസ്ലിമുകൾ ആ പട്ടണത്തിട്ടിരിക്കുന്ന പേര് അല്ലക് ഷഫർ എന്ന പേരാണ്. അത് വളരെ അലങ്കൃതമായ ഒരു പട്ടണമാണ്. സർദീസിന് 45 മൈൽ ദൂരവും ലവോദിക്കയിൽ നിന്ന് 70 കിലോമീറ്റർ ദൂരവും ഇതിന്റെ ഇടയിലാണ് ഈ ഫിലദൽഫിയ സഭ സ്ഥിതി ചെയ്യുന്നത്. ആസിയിൽ സഭ രൂപം കൊണ്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രവർത്തനം മൂലമാണ് ആസിയിൽ സഭ ഉണ്ടായത്. ഇതൊരു ചെറിയ ഇൻട്രഡക്ഷൻ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ. ഇനി നമുക്ക് ഡിസംബറിൽ എക്സാമിനേഷൻ നടക്കേണ്ടതായിട്ടുള്ളതുകൊണ്ടും ഡിസംബറിൽ ഗ്രാജുവേഷൻ നടക്കുന്നതുകൊണ്ടും നമുക്ക് സ്പീഡിൽ പോകേണ്ട സമയമായിരിക്കും. ഇവിടെ 7ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. എല്ലാ അഗാപ്പെ വിദ്യാർത്ഥികളെ ഓർത്തും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇനിയും നമ്മൾ പറയുന്ന ചിന്തിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഞാനൊരു എക്സാം ഇടുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇടാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ പഠിക്കണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഫിലദൽഫിയ എന്നതിന് സഹോദര സ്നേഹം എന്നാണ് അതിൻ്റെ അർത്ഥം. പുതിയ നിയമത്തിൽ 7 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 7 പ്രാവശ്യം. ആ 7 പ്രാവശ്യവും ഫിലദൽഫിയ എന്നുള്ള പേരിലല്ല നമ്മുടെ ബൈബിളിൽ കിടക്കുന്നത്. സഹോദര സ്നേഹം എന്നുള്ള വാക്കിനാലാണ് നമ്മുടെ ബൈബിളിൽ കിടക്കുന്നത്. വാക്യം വായിക്കാം. റോമർ 12:10. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. സഹോദരപ്രീതിയിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുക. ഫിലദൽഫിയ എന്നുള്ള ആ പദത്തിന്റെ അർത്ഥമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. സഹോദരപ്രീതി, സഹോദര സ്നേഹം. അതുപോലെ തന്നെ ഒന്ന് നിങ്ങൾ ബാക്കി എഴുതിയെടുത്താൽ മതി. ഇവിടെ എല്ലാം നമുക്ക് ഈ സഹോദരപ്രീതി അല്ലെങ്കിൽ ഫിലദൽഫിയ എന്നുള്ള വാക്കിന്റെ അർത്ഥപ്രകാരമുള്ള വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും. 1 തെസ്സലോനിക്കർ 4:9 നമുക്ക് കാണാം. ഞാൻ അഗാപ്പെ സൈറ്റിന്റെ അകത്ത് വാക്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 4:9 സഹോദരപ്രീതി എന്നുള്ള പദം നമുക്ക് കാണാം. എബ്രായർ 13:1 വായിക്കുമ്പോൾ സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കുകയും വരുതേ, അതിനാൽ ചിലർ അറിയാതെ ദൈവത്തിന്റെ ദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ വായിക്കുന്നു. സഹോദരപ്രീതി. 1 പത്രോസ് 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ്. 1 പത്രോസ് 1:22 സഹോദരപ്രീതിയെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഈ എക്സാമിനേഷൻ എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഇത് ഒരു കുഞ്ഞുകളിയാണ്. പക്ഷെ ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളെല്ലാവരും ഫസ്റ്റ് മാർക്ക് മേടിക്കാൻ ഉള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. 77 വയസ്സായി. ഈ വാർദ്ധക്യത്തിൽ അനേകർ ദൈവദിനം പഠിച്ചിറങ്ങുന്നത് അതിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കിയ അത് ലാലു സാറ്, നമ്മുടെ ഷാജി സാറിന് അവര് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്കൊക്കെ ലഭിക്കാൻ പോകുന്ന കിരീടം എത്ര വലുതാണെന്നുള്ളത്, പ്രതിഫലം എത്ര വലുതാണെന്നുള്ളത് ചിന്തിച്ചാൽ നമുക്കെല്ലാവർക്കും അസൂയ തോന്നുമാറ് അവർക്ക് ലഭിക്കാൻ പോകുന്ന പദവികളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അനേകരെ ദൈവത്തിന് പഠിപ്പിച്ചിറക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് വീട്ടിലിരുന്ന് പഠിക്കത്തക്ക നിലയിൽ കർത്താവ് ക്രമീകരിച്ച ബൈബിൾ കോളേജിനായി സ്തോത്രം ചെയ്യുന്നു. 2 പത്രോസ് 1:7 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 2 പ്രാവശ്യം സഹോദരപ്രീതി എന്ന് പറയുന്നുണ്ട്. ഫിലദൽഫിയ 2 പ്രാവശ്യം സഹോദരപ്രീതി എന്നുള്ള വാക്യം പറയുന്നുണ്ട്. ഇവിടെ വെളിപ്പാട് പുസ്തകം 3:7 ഫിലദൽഫിയ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ മൊത്തം 7 പ്രാവശ്യം ഈ സഹോദര സ്നേഹത്തെക്കുറിച്ച് തിരുവചനത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാന ആഗ്രഹം നമ്മളെല്ലാവരും സഹോദര പ്രീതിയിലും സഹോദര സ്നേഹത്തിലും മുൻപോട്ട് പോകണം എന്നുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ്. ആദ്യകാലത്ത് ദൈവസഭയിലേക്ക് വിശ്വാസികൾ കടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ സ്നേഹം വലിയ സ്നേഹമായിരുന്നു. തമ്മിൽ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അന്നുള്ള വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ ഉള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ വലിയ സ്നേഹമാണ്. ഇപ്പോൾ കഴിഞ്ഞ തടിയിലെ ചർച്ചപ്പോന്റെ കോൺഗ്രസ് നടന്നപ്പോൾ അവിടെ ചെന്ന സന്ദർഭത്തിൽ ആ ആൾക്കാരുടെ സ്നേഹം എത്ര വലുതേ. വല്ലപ്പോഴും ഒന്ന് കൂടി കാണുമ്പോൾ
ഇനി അടുത്ത ആഴ്ച ഞാൻ ഈ ബൈബിൾ കോളേജ് എടുക്കാൻ തക്കൊണ്ട് കാണുകയില്ല. ചർച്ച് ബോർഡിന്റെ ജനറൽ അസംബ്ലി ഫ്ലോറിഡയിൽ ഒർലാൻഡോയിൽ വെച്ച് നടക്കുകയാണ്. 215 രാജ്യങ്ങളിൽ നിന്നുള്ള ഓഫീസർമാരും അവരുടെ ഇവാഞ്ചലിസ്റ്റ് ഡയറക്ടേഴ്സും അതുപോലെ അവിടുന്ന് കൗൺസിൽ മെമ്പേഴ്സും അവിടുന്ന് എല്ലാ ദൈവജനങ്ങൾ കടന്നു വന്ന് ഫ്ലോറിഡയിൽ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു വലിയ സംഭവമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്ന ആ മീറ്റിങ്ങില് ഞാനും ചർച്ച് ബോർഡിന്റെ ഒരു ഓർഡൈൻ മിനിസ്റ്റർ ആയതുകൊണ്ടും എനിക്ക് അവിടെ പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ടും ഞാൻ വരണമെന്ന് നിർബന്ധിക്കുന്നതുകൊണ്ടും ഞാൻ അടുത്ത ആഴ്ചയിൽ അത് ഇവിടെ നടക്കുന്ന ബൈബിൾ കോളേജും എല്ലാം ക്യാൻസൽ ചെയ്ത് എല്ലാ മീറ്റിങ്ങിലും ഒറ്റ പ്രാവശ്യമുള്ളൂ. കാരണം വേറെ ദിവസം അറേഞ്ച് ചെയ്യാതെ കൊണ്ട് ഇല്ല. ഞാൻ ഞായറാഴ്ച ഇവിടുന്ന് പോയി പിന്നെ ശനിയാഴ്ച വരത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ തമ്മിൽ 2 വർഷം 4 വർഷം കൂടി കാണുമ്പോൾ ഉള്ള സ്നേഹം എത്ര വലുതാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ശാപാമടക്കിന് കടന്നുപോയ സമയത്ത് അത് ഇംഗ്ലീഷുകാരുടെ ആയിരുന്നു. അവിടെ നിന്ന് അവിടുത്തെ സാഹിബ്മാരും മതാന്മാരും എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോടുള്ള സ്നേഹം വർഷങ്ങൾ കഴിഞ്ഞാണ് കാണുന്നത്. എല്ലാവരുടെയും രൂപം മാറിപ്പോയി. പക്ഷെ അവരെന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു എന്തോ ഒരു സ്നേഹമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള അല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ലോകത്തിൽ ഇത്രമാത്രം സ്നേഹമുണ്ടെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സ്നേഹം, അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. നിലനിൽക്കുന്ന സ്നേഹം മാത്രമാണ്. സഹോദര പ്രീതി നിലനിൽക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷ സംസാരിച്ചാൽ സ്നേഹം ഇല്ലെങ്കിൽ ഒന്നുമില്ല. എത്ര അന്വേഷണം പറഞ്ഞാലും വെറുതെ സീറോയാണ്. പൗലോസ് ആ സ്വർഗത്തിൽ വെച്ച് താൻ മരിച്ചു പോയപ്പോൾ, തൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോയപ്പോൾ തനിക്ക് അവിടെ വെച്ച് ലഭിച്ച വെളിപ്പാടാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ വെളിപ്പാട്. അതേ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൽ പൗലോസിനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. അവന്റെ ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞതാണ്. ശിഷ്യന്മാർ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് ഉയർത്തെഴുന്നേറ്റു. എത്ര സമയം അങ്ങനെ കിടന്നെന്ന് അറിയത്തില്ല. ആ സമയത്ത് എൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോയപ്പോൾ അവിടെ ലഭിച്ച വെളിപ്പാടുകളാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായം എന്നാണ് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയും. തമ്മിൽ സ്നേഹിക്കും. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. അത് പുതിയ നിയമത്തിലെ പുതിയ കൽപ്പനയാണ്. പഴയ നിയമത്തിൽ 10 കൽപ്പനയാണ്. നിങ്ങൾ തമ്മിൽ അത് സ്നേഹിക്കണമെന്ന് പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്ന ആ സ്നേഹം, ആ സഹോദര പ്രീതിയിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കണം. ഇതായിരുന്നു ഫിലദൽഫിയ സഭയെക്കുറിച്ചുള്ള പ്രത്യേകമായ ആ ദർശനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കുറ്റവും പറയാത്ത ഒരു സഭയാണ് ഈ ഫിലദൽഫിയ സഭ. ഈ 3 നിലകളിലാണ് ഫിലദൽഫിയ സഭയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങൾ ഇതുവരെ നമ്മൾ 5 സഭകളെ കുറിച്ച് പഠിച്ചിരുന്നു. ഈ 5 സഭകൾക്കും ഈ നിലയിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഈ 5 സഭകൾക്കും പ്രത്യക്ഷപ്പെട്ടത് അപ്പോസ്തലനായ പൗലോസ് പത്മോസ് എന്ന ദ്വീപിൽ കിടന്നപ്പോൾ വെളിപ്പാട് ദിവസം 1:11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന വേളയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ അവിടെ പ്രത്യക്ഷപ്പെട്ട് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനും മാറത്ത് പൊൻകച്ച കെട്ടിയനുമായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നില്ലേ. ഈ 5 സഭകൾക്കും കൊടുത്ത ദൂത് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എടുത്താണ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, അവരോട് സംസാരിച്ചിരിക്കുന്നത്. എന്നാൽ ഫിലദൽഫിയ സഭയോട് സംസാരിച്ചിരിക്കുന്ന ഈ 7-ാമത്തെ വാക്യം ഒരു വ്യത്യസ്തമായ നിലയിൽ ഒരു സഭയ്ക്കും കൊടുക്കാത്ത ഒരു ദൂതായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഫിലദൽഫിയ സഭയുടെ കർത്താവ് പറയാണ്, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ദൈവം അടച്ച വാതിലുണ്ട്, ദൈവം തുറന്ന വാതിലുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ ദൈവിക ലക്ഷണങ്ങളാണ് ഇതിൽ 2 പദങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയാമോ? വിശുദ്ധനും സത്യവാനുമായവൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് തന്നെ കർത്താവ് ആരാണെന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തുവിന്റെ ദൈവിക വിശേഷണങ്ങളിൽ 2 വിശുദ്ധനും സത്യവാനും എന്നുള്ളത്. ആദ്യമായി അവന്റെ വിശുദ്ധൻ എന്നുള്ള പദം നമുക്ക് ചിന്തിക്കാം. ഞാൻ പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്. അവനിൽ അനീതി ഒട്ടുമില്ല. ഒരു തെറ്റും നമുക്ക് കണ്ടുപിടിപ്പാൻ തക്കവണ്ണം സാധ്യമല്ല. വിശുദ്ധൻ. ആദ്യമായി വിശുദ്ധി എന്ന് പറയുന്നത് ദൈവിക ലക്ഷണമാണ്. ദൈവം പരിശുദ്ധൻ എന്ന് സാറാപ്പോൾ ഇങ്ങനെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം നമുക്ക് കാണാം. വായിക്കാം. യെശയ്യാപ്രവചനം 6:3 വായിച്ചേ. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നെന്ന് ആർത്തു പറഞ്ഞു. സ്വർഗത്തിന് ആരാധനയാണ് അവിടെ കാണുന്നത്. ഉസ്യ രാജാവ് മരിച്ച അതിൽ കർത്താവ്
ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം തിരിക്കുന്നത് ഞാൻ കണ്ടെന്നാണ് വായിക്കുന്നത്. സാറാപ്പുകൾ അവന് ചുറ്റും നിന്നു. സാറാപ്പുകൾ പല ദൂതന്മാരിൽ പല വകുപ്പുകളുണ്ട്. അതിലൊരു കൂട്ടമാണ് സാറാപ്പുകൾ. കെരൂബുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം വകുപ്പുണ്ട്. അതുപോലെ തന്നെ ജീവികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം വകുപ്പുകളുണ്ട്. ഇങ്ങനെ അനേക ദൂതന്മാരെ പല സംഘങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊരു കൂട്ടരാണ് സാറാപ്പുകൾ. യെശയ്യാ പ്രവാചകൻ ഉസിയാ രാജാവ് മരിച്ചാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം തിരിക്കുന്ന കാഴ്ച കാണുക. സാറാപ്പുകൾ അവിടെ ചുറ്റും നിന്നു. അവർ പറഞ്ഞു ഉപയോഗിക്കുന്ന ഒരു പദം എന്താണെന്നറിയാമോ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. എന്താ 4 പ്രാവശ്യം പറയുന്നത്? എന്താ 2 പ്രാവശ്യം പറയുന്നത്? അതിന്റെ അർത്ഥം പിതാവായ ദൈവം പരിശുദ്ധൻ, പുത്രനായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധാത്മാവാം ദൈവം പരിശുദ്ധൻ. ദൈവം മാത്രമേ ഉള്ളൂ ഏക പരിശുദ്ധൻ. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. വെളിപ്പാട് 15:4. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. എനിക്ക് നിങ്ങൾ എല്ലാവരും ഓർക്കണം, നീ അല്ലോ ഏക പരിശുദ്ധൻ. കേട്ടോ, ഇന്ന് പലരും പരിശുദ്ധൻ എന്നുള്ള പദം എടുക്കാറുണ്ട്. പലപ്പോഴും ഞാൻ അതിൽ ദുഃഖിക്കാറുണ്ട്. ഒരൊറ്റ വ്യക്തിയും ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേര് എടുക്കാൻ പാടില്ല. അത് വെളിപ്പാട് പുസ്തകത്തിൽ ദൂതന്മാര്, ക്രോധകലശം ഒഴിക്കാൻ പോകുന്ന ദൂതന്മാര്, നമ്മളൊക്കെ പഠിക്കാൻ പോവാണ്. ക്രോധകലശം ഒഴിക്കാൻ പോകുന്ന ദൂതന്മാര് അവര് പറയാണ്, നീയല്ലോ ഏക പരിശുദ്ധൻ. ഭൂമിയിൽ ഒരുത്തനും പരിശുദ്ധനില്ല. നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിശുദ്ധന്മാര്. നമ്മുടെ എബ്രായലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അതേ വിശുദ്ധനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി വിശുദ്ധ സഹോദരൻ. നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണ്. ദൈവമാണ് ഏക പരിശുദ്ധൻ. ഭൂമിയിൽ ഒരുത്തനും പരിശുദ്ധനില്ല. പരിശുദ്ധൻ എന്നുള്ള വാക്ക് ആരും എടുക്കാൻ പാടില്ല. അത് ദൈവത്തെ അപമാനിക്കുകയാണ്. ഭൂമിയിൽ ഒരുത്തനും പരിശുദ്ധൻ എന്നുള്ള പദം എടുക്കാൻ, അവനൊരു പരിശുദ്ധനാന്ന് പറയാൻ തക്കണം ലോകത്തിൽ ആരുമില്ല. അപ്പോസ്തലനായ പൗലോസ് ഒക്കെ അവരായ പരിശുദ്ധനായ പൗലോസ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല. കാരണം അത് ദൈവത്തിന്റെ നാമമാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ. യെശയ്യാ 40:25 വായിച്ച്. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? നിങ്ങൾ എന്നോട് ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. ഞാൻ ആരോട് തുല്യനാകുമെന്ന് ദൈവം തമ്പുരാൻ ചോദിക്കുകയാണ്. ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. ഒരു കാലത്ത് ഞാനും പരിശുദ്ധൻ അതേ മനുഷ്യനെ വിളിക്കാറുണ്ടായിരുന്നു. അതേ, അവര് ഒരിക്കലും അതിന് യോഗ്യരല്ല. അവരുടെ ജീവിതത്തിലെല്ലാം തെറ്റ് കുറ്റങ്ങളുണ്ട്, കോപമുണ്ട്, പല നിലയിൽ അവർ വീഴുന്നുണ്ട്. കാരണം മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ ശരീരത്തിൽ ആദാമ്യ ബ്ലഡ് കിടക്കുന്ന കാലത്തോളം പാപത്തിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അവർ പരിശുദ്ധന്മാരല്ല. നമ്മളെ വിശുദ്ധന്മാരാക്കിയതാണ് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അന്ധകാരത്തിന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ പറ്റക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. ഞാൻ വെളിപ്പാട് ദിവസം പഠിച്ചു പോയപ്പോഴാണ് ഈ വെളിപ്പാട് ദിവസം 15-ാം അധ്യായത്തിൽ ദൂതന്മാർ പറയുന്ന ആ പദം എന്നെ വളരെയധികം ചലിപ്പിക്കുകയുണ്ടായി. നീയല്ലോ ഏക പരിശുദ്ധൻ. കേട്ടോ, ഇവിടെ സ്വർഗസ്ഥനായ ദൈവം ചോദിക്കുകയാണ്, പരിശുദ്ധനാകുന്ന എന്നെ ആരോട് തുല്യനാക്കും? അവനോട് തുല്യനാക്കാൻ ഒരുത്തനുമില്ല. 43:15. യെശയ്യാ 43:15. ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാണ്. അവൻ പരിശുദ്ധനായ ദൈവവും ഇസ്രായേലിന്റെ രാജാവും ആകുന്നു. ദൈവസ്തോത്രം. ഈ പദം തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കർത്താവും പരിശുദ്ധനാണ്. നമ്മുടെ കർത്താവും പരിശുദ്ധനാണ്. ഇനി ഞാൻ ഒന്നുകൂടെ തെളിയിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾ എന്നോട് പണങ്ങൊന്നും ചെയ്യരുത്. ഞാൻ ഇങ്ങനെയൊക്കെ തറപ്പിച്ച് പറയുന്നുണ്ട്. എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നതിന് എനിക്കെന്തോ മടി. ആർക്കെന്നെ ചോദ്യം ചെയ്യാൻ തക്കൊണ്ട് പറ്റും? പരിശുദ്ധനായ എന്നോട് ആരോട് തുല്യനാക്കും ദൈവ ചോദിക്കുന്നു. മനുഷ്യ, നീ ദൈവത്തിന്റെ പേരെടുക്കരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും പരിശുദ്ധനാണ്. കാരണം തന്റെ ജന്മം അത് വിളിച്ചറിയിക്കുന്നു. ലൂക്കോസ് 1:35 വായിച്ചേ. ലൂക്കോസ് 1:35.
അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നോക്കണമേ, യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ യേശുവിനെ കുറിച്ച് ദൂതൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് മറിയോട്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെ വിശുദ്ധ പ്രജ എന്ന് പറയാൻ നമ്മളെ കൊക്കൂ. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചെന്ന, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞത് സ്വർഗം പ്രത്യേകം ഒരുക്കിയ ശരീരമാണ്. ശ്രദ്ധിക്കണേ, ദൈവശാസ്ത്രം കൂടെ പഠിച്ചു വേണം മുന്നോട്ട് പോകാൻ. യേശു ക്രിസ്തുവിന്റെ ശരീരം ദൈവം പ്രത്യേകം ഒരുക്കിയ ശരീരമാണ്. അതുകൊണ്ട് അതിന് വിശുദ്ധ പ്രജ എന്ന് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ കൂടി ഓടുന്ന രക്തം ആദാമിന്റെ രക്തമല്ല. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവും ഏറിയൊരു കൂടാരം എന്നാണ് എബ്രായർ 9 അധ്യായം. ഞാൻ പറയുമ്പോൾ വാക്യങ്ങൾ എഴുതിത്തോണേ. എബ്രായർ 9:11-12 വാക്യങ്ങൾ വായിക്കുന്നത്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി യേശു ക്രിസ്തുവിന്റെ ശരീരം ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായിരുന്നില്ല, ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായിരുന്നില്ല. ഈ വലിപ്പവും തികവും ഏറിയൊരു കൂടാരമായിരുന്നു. അത് കർത്താവായ യേശു ഒരുക്കിയ വിശുദ്ധ പ്രജ ആ തെരശീല കൊണ്ട് അത് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അതിന്റെ പ്രഭ ഒന്ന് കാണിക്കാൻ തക്കൊണ്ടാണ് മർഗോമലയിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോയത്. അവിടെ ചെന്നപ്പോൾ യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ടു. ആ ദേഹം എന്ന തെരശീലയുടെ അല്പം എടുത്ത് ഭാഗം കൊണ്ട് മാറ്റിയതേ ഉള്ളൂ. ഭൂമിയുടെ ഒരു അലക്കാരനെ കൊണ്ട് പോലും വെളുപ്പിക്കാത്ത നിലയിൽ അവന്റെ വസ്ത്രം, തേജസ്സിന്റെ വസ്ത്രം അത്രമാത്രം വെണ്മയായി തീരുവാൻ കൊടിയായി. യേശു ക്രിസ്തുവിന്റെ ശരീരം ഈ ലോകത്തിന്റെ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായിരുന്നില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞത് 16 സങ്കീർത്തനം 10 വാക്യം വായിച്ചേ. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു മശീഹ സങ്കീർത്തനമാണ് 16 സങ്കീർത്തനം. ആ സങ്കീർത്തനം നിന്റെ പരിശുദ്ധനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. യേശു ക്രിസ്തുവിന്റെ ശരീരം ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആണെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം വാക്യം വായിക്കണ്ട, എഴുതിയെടുത്താൽ മതി. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസിന്റെ പ്രസംഗത്തിൽ ഈ സങ്കീർത്തനം എടുത്താണ് പറഞ്ഞിരിക്കുന്നത്. ജാതികൾ കളയിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? നിന്റെ അഭിഷക്തനും അവന് വിരോധമായി എഴുന്നേൽക്കുന്ന എന്ത് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല എന്ന് ദാവീദ് എഴുതിയിരിക്കുന്നു. എന്നിട്ട് പത്രോസ് പറയാണ്, ഗോത്രപിതാവായ ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു, അവന്റെ ശരീരം ദ്രവത്വം കണ്ടു, അവന്റെ ശവക്കല്ലറ ഇന്നും നമ്മുടെ മധ്യ ഉണ്ട് എന്നാ പറഞ്ഞത്. ആദാമ്യ സൃഷ്ടിയിൽ രക്തം ഓടിക്കൊണ്ടിരുന്ന ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു, ദ്രവത്വം കണ്ടു. എന്നാൽ നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ലെന്ന് ദാവീദ് 16 സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ആ വാക്യം എടുത്താണ് ഉത്തരിച്ച് പത്രോസ് പ്രസംഗിച്ചത്. അതുപോലെ വാക്യം തീർത്തു. അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യോക്യയിൽ നിന്ന് പുറപ്പെട്ട, അന്ത്യോക്യയിൽ ചെന്നതിന് ശേഷം പൗലോസും മറ്റും പള്ളിയിൽ പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. അതും ഈ 16 സങ്കീർത്തനം എടുത്താണ് പ്രസംഗിച്ചിരിക്കുന്നത്. അവിടെ താൻ പറഞ്ഞിരിക്കുന്നത് നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ലെന്ന് ദാവീദ് മുഖാന്തരം വർണ്ണിച്ചിരിക്കുന്നു. പത്രോസും പ്രസംഗിച്ച് പൗലോസും പറയുന്നു, നമ്മുടെ ഗോത്ര പിതാവായ ദാവീദ് മരിച്ച് അടക്കപ്പെട്ടു, അവന്റെ ശരീരം ദ്രവത്വം കണ്ടു. എന്നാൽ ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രന്റെ ശരീരം ദ്രവത്വം കണ്ടില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പുഴുക്കളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവർക്ക് വലിയ ഒരു ഉത്സവമാണ് അത്, നമ്മുടെ ശരീരം തിന്നാൻ തക്കണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് അവനെ അടക്കി, അവന്റെ ശരീരം ദ്രവത്വം കണ്ടില്ല. ദൈവത്തെ സ്തോത്രം. കാരണം ഇത് വിശുദ്ധ പ്രജയാണ്. അതുകൊണ്ടാണ് പറയുന്നത്,
ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ കാസൂക്ഷിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതം, അതേ ഞാൻ ചില വാക്യങ്ങൾ പറഞ്ഞങ്ങ് വിടുകയാണ്, കാരണം വായിക്കാൻ തക്കുന്ന സമയമില്ല. 1 പത്രോസ് 1:15 വായിക്കുമ്പോൾ, നിങ്ങളുടെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. കർത്താവ് വിശുദ്ധനാ. ഫിലദൽഫിയ സഭയോട് പറയാണ്, വിശുദ്ധനും ദൈവിക ലക്ഷണമാണ്, വിശുദ്ധനും സത്യവാനുമായവൻ. 5 സഭകൾക്ക് ദൂത് കൊടുത്തപ്പോൾ വെളിപ്പാട് 1:13 മുതലുള്ള അവിടെ പറഞ്ഞിരിക്കുന്ന വിശേഷങ്ങളിലാണ് എല്ലാ സഭകൾക്കും പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഇവിടെ മറ്റ് സഭകളോട് പറയാത്ത രീതിയിലാണ് ഫിലദൽഫിയ സഭയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, വിശുദ്ധനും സത്യവാനുമായവൻ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് 1 പത്രോസ് 1:15, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. അടുത്ത വാക്യം നിങ്ങൾ എഴുതിയെടുത്തു, ലേവ്യ 11:44, ലേവ്യ 11:44, ഞാൻ വിശുദ്ധനെന്ന് യഹോവ പറഞ്ഞിരിക്കുന്നു. അവിടെ ഞാൻ വിശുദ്ധനാ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുകയും. എബ്രായർ 7:26 നമ്മൾ വായിക്കുന്നു, യേശു പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ. 1 പത്രോസ് 2:22 വായിക്കുന്നു, അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു, അവൻ സാഹസം ഒന്നും ചെയ്തിട്ടില്ല. 1 പത്രോസ് 1:16 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ലേവ്യ 11:44 അതെടുത്ത് പറഞ്ഞിരിക്കുന്നു. ലേവ്യ 11:44 വിശുദ്ധി അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മുടെ കർത്താവ് വിശുദ്ധനാകിയാൽ ഫിലദൽഫിയ സഭയോട് പറയാണ്, അതേ ആ സഭയ്ക്ക് വെളിപ്പെട്ട് പറയാണ്, നിങ്ങളും എൻ്റെ അനുഗാമികളായി തന്നെ ജീവിക്കണം. നാം വിശുദ്ധിയിൽ നിലനിൽക്കുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 15:11 വായിക്കുമ്പോൾ, വിശുദ്ധിയിൽ മഹിമയുള്ളവനാണ് നമ്മുടെ കർത്താവ്. പുറപ്പാട് 15:11, അവൻ വിശുദ്ധിയിൽ മഹിമയുള്ളവനാണ്. ഇനി 111 സങ്കീർത്തനം 10ാമത്തെ വാക്യം നിങ്ങൾ എഴുതിയെടുക്കണം. ഇതെല്ലാം എഴുതിയെടുക്കണം. 111:10 ആകാപ്പയില് ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അവന്റെ നാമം വിശുദ്ധിയും ഭയങ്കരവുമാകുന്നു. കേട്ടോ, അവിടെ ഭയങ്കരം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് റവറന്റ് എന്നാണ്. ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥാനം, ഈ ഭയങ്കരം എന്നുള്ളത് ആ സ്ഥാനത്ത് ഉപയോഗിച്ചിരിക്കുന്ന റവറന്റ് എന്നുള്ള പദമാണ്. അവന്റെ നാമം വിശുദ്ധിയും ഭയങ്കരവുമാകുന്നു. അപ്പൊ ദൈവം വിശുദ്ധിയിൽ മഹിമയുള്ളവനാ. ഫിലദൽഫിയ സഭയോട് പറയാണ്, ഫിലദൽഫിയ സഭയെ വിശുദ്ധനും സത്യവാനുമായവനാണ് ഞാൻ. ഇനി ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ പറഞ്ഞു വിടുകയാണ്, എഴുതിയെടുക്കാം. 1 തെസ്സലോനിക്കർ 4:3 ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന് 3 ഇഷ്ടമാണെന്നുള്ളത്. 1 യെശയ്യാ 53:10, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. 2ാമത്തെ ഇഷ്ടമാണ് 1 തെസ്സലോനിക്കർ 4:13, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, കാരണം താൻ പരിശുദ്ധനും, നമ്മളെല്ലാവരും വിശുദ്ധരായിരിക്കണം. 3ാമത്തെ ദൈവ ഇഷ്ടം. നമ്മൾ 1 തെസ്സലോനിക്കർ 5:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണം. എപ്പോഴും സന്തോഷിപ്പി. എഴുതിയെടുക്കണേ. 1 തെസ്സലോനിക്കർ 5:16, 17. ദൈവത്തിന്റെ 3 ഇഷ്ടം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അന്ന് കണ്ടുപിടിക്കണം. അന്നേരം എഴുതാതെ മാർക്ക് കിട്ടാതെ പോകരുത്. 3 ഇഷ്ടമുണ്ട് ദൈവത്തിന്. 1, അവനെ തകർത്ത് കളവാൻ, യെശയ്യാ 53:10. അതുപോലെ തന്നെ 2ാമത്തെ ഇഷ്ടം 1 തെസ്സലോനിക്കർ 4:3, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 3ാമത്തെ ഇഷ്ടം 1 തെസ്സലോനിക്കർ 5:16, 17, 18, എപ്പോഴും സന്തോഷിപ്പി, ഇടപെടാതെ പ്രാർത്ഥിപ്പി, എല്ലാറ്റിനും സ്തോത്രം ചെയ്യീൻ, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഇതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. എബ്രായർ 12:14 വായിക്കുമ്പോൾ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ തക്കൊണ്ട് ശ്രമിക്കാം. എല്ലാവരോടും, മോളിയോട് മാത്രമല്ല, ശോശാമിയോടും, മത്തായിയോട് മാത്രമല്ല, ലൂക്കോസിനോടും, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാമെന്ന് എബ്രായ ലേഖനം 12ാം അധ്യായം 14ാമത്തെ വാക്യത്തിൽ വായിക്കും. എഫേസ്യ ലേഖനം 4ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധിയിൽ ദൈവാനുരൂപരാകുക. എഫേസ്യർ 4:22 മുതൽ 24 വരെ വിശുദ്ധിയിൽ ദൈവാനുരൂപരായിരിക്കണം.
കേട്ടോ. എസെക്കിയേൽ പ്രവചനം 43:12 നമ്മൾ വായിക്കുമ്പോൾ, എസെക്കിയേൽ 43:12 നിന്റെ അതിർത്തിയൊക്കെയും വിശുദ്ധമായിരിക്കണം. നമ്മുടെ അതിർത്തി നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ശത്രു നിനക്കെതിരായി പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ നിന്റെ പാളയത്തിൽ അശുദ്ധി കാണാതെ സൂക്ഷിക്കണം. ആവർത്തന പുസ്തകം 33:6 വാക്യം തോന്നുന്നു. ആവർത്തനം 33:6. ശത്രു നിനക്കെതിരായി പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ നിന്റെ പാളയത്തിൽ വൃത്തിയായിട്ട് കാണാതിരിപ്പാൻ തക്കൊണ്ട് സൂക്ഷിച്ചുകൊള്ളണം. നമ്മളെപ്പോഴും ശത്രു ഒരു അശുദ്ധി കണ്ടാൽ വിളിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം, വിശുദ്ധരായിരിക്കണം. 2 കൊരിന്ത്യർ 7:1 വായിക്കുന്നു, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. 1 തെസ്സലോനിക്കർ 5:23 സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശുദ്ധൻ കേട്ടോ, നിങ്ങളെ വിളിക്കുന്നവൻ വിശുദ്ധൻ. അപ്പൊ ദൈവിക ശുദ്ധീകരണം, സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എഫേസ്യ ലേഖനം 2:21-22 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ മന്ദിരമായിരിക്കുക, വിശുദ്ധ മന്ദിരമായിരിക്കാണ് വായിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ എന്നാണ് വായിക്കുന്നത്. ദൈവജനത്തിൽ നിന്നും വിശുദ്ധി പ്രതീക്ഷിക്കും ദൈവം. നമ്മളെല്ലാം വിശുദ്ധരായിരിക്കണം. വിശുദ്ധിയുള്ളവരുടെ നടുവിൽ മാത്രമാണ് പരിശുദ്ധനായ ദൈവം വസിക്കുന്നത്. അതേ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ബലയാം അതേ ആ ജനത്തെ ശപിക്കാൻ തക്കൊണ്ണം പോയില്ലേ, അവന്റെ ജീവിതത്തിൽ അവിടെ ചെന്ന് മലമേ കയറി കൂടോത്രമൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവരെ ശപിക്കാൻ തക്കൊണ്ട് തന്നെ കൊണ്ട് ഒക്കുന്നില്ല. ഞാൻ നോക്കിടുമ്പോ അവിടെ എല്ലാം വിശുദ്ധിയാണ്. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അവരുടെ മധ്യേ വിശുദ്ധി ഉണ്ടായിരുന്നു. പരിശുദ്ധനായ ദൈവം വിശുദ്ധിയുള്ളിടത്ത് മാത്രമേ വസിക്കത്തുള്ളൂ. എന്നാൽ ബലയാം ബാലാക്കിനൊരു ഉപദേശം കൊടുത്തു, ഈ ജനത്തെ പ്രാഗാൽ ഏക്കത്തില്ല. കാരണം പരിശുദ്ധനായവൻ അവിടെ ഉണ്ട്, രാജകോലാകൾ അവിടെ ഉണ്ട്. ഇത് വിശുദ്ധ ജനമാണ്, ഇത് തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്. ഞാനൊരു രഹസ്യം പറയാം, മോവാബ്യ പെൺകുട്ടികളെ അണിഞ്ഞൊരുക്കി സുന്ദരിമാരെ അങ്ങോട്ട് പറഞ്ഞുവിടെ, ഇവരുടെ വിശുദ്ധി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സംഖ്യാപുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ ജനം സിത്തീമിൽ പാർക്കുമ്പോൾ ബാൽപേറിനോട് ചേർന്നു മോവാബ്യരുമായിട്ട് അവർ പരസംഗം ചെയ്തു. മോവാബ്യ പെൺകുട്ടികളെ പാളയത്തിലേക്ക് പറഞ്ഞു വിട്ടു. അവരെല്ലാവരും ചെറുപ്പക്കാരെല്ലാം എഴുന്നേറ്റ് പെൺപിള്ളാരുടെ പുറകെ പോയി. അങ്ങനെ വ്യഭിചാരം ദുർനടപ്പ് നടന്നു. പരിശുദ്ധനായ ദൈവം അവിടുന്ന് പൊക്കളഞ്ഞു. അതുവരെ പരിശുദ്ധനായ ദൈവം അവിടെ ഉണ്ടായിരുന്നു. ജനം മ്ലേച്ഛത പ്രവർത്തിച്ചപ്പോൾ പരിശുദ്ധൻ പോയി. ജനത്തിൽ 25,000 പേരാണ് മരിച്ചുപോയത്. നമ്മുടെ സഭയിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ സഭ അവിടെ നിൽക്കും. വിശുദ്ധി പോയെങ്കിൽ പരിശുദ്ധനും അവിടെ വസിക്കാൻ തക്ക ഒക്കത്തില്ല. കാരണം ദൈവത്തിന്റെ ലക്ഷണമാണ് നമ്മൾ വായിക്കുന്നില്ലേ, വിശുദ്ധ മന്ദിരമായി, വിശുദ്ധ പുരോഹിതവർഗമായി, വിശുദ്ധ വംശമായിട്ടാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധിയുടെ ആധാരവും മാനദണ്ഡവും കർത്താവാണ്. കർത്താവിന്റെ വിശുദ്ധിയെ പ്രാപിച്ച് ആ ദർശനം പ്രാപിച്ചവർക്ക് മാത്രമേ വിശുദ്ധി നിലനിൽക്കാൻ തക്കണം സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ ദൈവിക ലക്ഷണം സത്യവാൻ. സത്യവാൻ നമ്മൾ വായിക്കുന്നില്ലേ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ച് 14-ാമത്തെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇത് കർത്താവാണ് പറഞ്ഞത്. ഞാൻ തന്നെ, ഞാനും കൂടെ ഒരു വഴിയാണെന്നല്ല പറഞ്ഞത്. ലോകത്തിൽ അനേക അവതാരകന്മാർ വന്നിട്ടുണ്ട്. അവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടോ ഞാനാണ് സത്യം വഴിയെന്ന്? ഒരുവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പരിശുദ്ധനായ കർത്താവ് മാത്രം. ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു, സത്യവും ജീവനും. ഞാൻ സത്യം, നമ്മുടെ സത്യം എന്നുള്ള വിഷയമാണല്ലോ. ഞാൻ തന്നെ സത്യം. ഐ ആം ദി വേ, ഐ ആം ദി ട്രൂത്ത്. അത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കേട്ടോ, യേശു സാക്ഷാൽ ദൈവമാണെന്നോട് വിളിച്ചറിയിക്കുന്നു. സകല യാഥാർത്ഥ്യവും അവനിൽ ഉൾക്കൊള്ളുന്നു. അവൻ ഈ ലോകത്തിൽ വന്ന് പാർത്തപ്പോൾ കർത്താവ്, അതേ യോഹന്നാന്റെ സുവിശേഷത്തിൽ, അതേ യോഹന്നാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് വായിച്ച്, യോഹന്നാൻ 1:14.
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ വചനം തേജ- ജഡമായി തീർന്നു, ജഡമെടുത്തു. ആ ജഡം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജഡമല്ല, ആദാമ്യ സൃഷ്ടിയിലെ ജഡമല്ല, ദൈവം ഒരുക്കിയ ജഡമാണ്. കാരണം ആദാമ്യ രക്തമല്ല കർത്താവിന്റെ ശരീരത്തോട് ഓടിക്കൊണ്ടിരുന്നത്, പുണ്യാക രക്തമാണ്. നമ്മുടെ രക്തത്തിലാണ് പാപം നിറഞ്ഞിരിക്കുന്നത്. ആദാമ്യ രക്തത്തിൽ പാപമുണ്ട്, അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ആ രക്തം പരിശുദ്ധ രക്തമാണ്. കാരണം അവൻ പാപം ചെയ്യാൻ തക്കണം ഒക്കത്തില്ല. അതേ പാപം ഒഴികെ സകലത്തിനും പരീക്ഷിക്കപ്പെടുന്നതാണ് എഴുതിക്കുന്നത് കർത്താവിനെ കുറിച്ച്. പാപം ഒഴികെ സകലത്തിനും പരീക്ഷിക്കപ്പെട്ടവൻ, അവന് പാപം അശേഷം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇടയിൽ പാർത്തപ്പോൾ എങ്ങനെയാ പാർത്തത്? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവ് മനുഷ്യനായി വെളിപ്പെട്ടത് സത്യം നിറഞ്ഞവനായിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 8-40 വാക്യം ഒന്ന് വായിച്ചേ. 8:40. എന്നാൽ ദൈവത്തോട് കേട്ട സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം കൂടെ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. 40 വാക്യം 40 വാക്യം ക്ലിയർ ആയില്ല. 40 വാക്യം ഒന്നുകൂടെ വായിച്ച്. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ, ദൈവത്തിൽ നിന്ന് വന്ന് പ്രാപിച്ച സത്യം നിങ്ങളോട് സംസാരിക്കുന്ന എന്നെ, ആ സത്യം എന്നുള്ള പദമാണ് വരുന്നത്. നിങ്ങൾ എന്നെ കല്ലറിയാൻ നോക്കുന്നു. ഇനി 45 വാക്യം. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. ഞാനോ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. അപ്പൊ കർത്താവ് സത്യം മാത്രമേ പറയുന്നുള്ളൂ. ഇനി 18-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിച്ചേ. 18-37. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരനായ എല്ലാം എന്റെ വാക്കു കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നോക്കണമേ, ഞാൻ തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ വന്നിരിക്കുന്നു. യേശു സത്യമാ, യേശു സത്യമാ. അതേ പീലാത്തോസ് അവനെ വിസ്തരിക്കുന്നുണ്ട്. നീ രാജാവ് തന്നെയാണോ? ഞാൻ രാജാവാണെന്ന് പറഞ്ഞു. ഞാൻ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിച്ചു. ഞാൻ ആണെന്ന് പറഞ്ഞു. യേശു സത്യമാ പറഞ്ഞു. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞില്ല. അവർ കല്ലെടുത്ത് അറിയാൻ നോക്കിയപ്പോഴും യേശുവിനെ അവരുടെ നാഴിക വന്നിട്ടുള്ള ഇല്ലായിക അതവനെ ഏൽക്കാൻ തക്കണം സാധിച്ചില്ല. ഇനി 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് എടുത്തൊന്ന് വായിച്ചേ. എന്നും ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുന്നു. അവൻ സത്യദൈവവും, യേശു സത്യദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും സംസാരിച്ചിട്ടുണ്ട്. എന്നോടും ആൾക്കാർ ആർഗ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വാക്യം അണ്ടർലൈൻ ചെയ്ത് എഴുതണം, വരയെഴുതണം. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. സത്യം മാത്രമാണ് കർത്താവ് സംസാരിക്കുന്നത്. യേശുക്രിസ്തു ദൈവമാണെന്ന് തന്റെ കൂടെ നടന്ന യോഹന്നാൻ പറയാണ്, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. സഭയോടുള്ള വാഗ്ദത്തങ്ങൾ പാലിക്കുന്ന സത്യവാനാണ് നമ്മുടെ കർത്താവ്. കർത്താവിന്റെ അനേക പേരുകൾ തിരുവചനത്തിലുണ്ട്. അതിലൊരു പേരാണ് സത്യവാൻ. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവിന് ആയിരക്കണക്കിന് പേരുകൾ കർത്താവിന് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് സത്യവാൻ. ഫിലദൽഫിയ സഭയ്ക്ക് അങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. സത്യവാനും വിശുദ്ധനും സത്യവാനും. അവ സത്യത്തിലേക്കും മൃത്യുവിൽ നിന്ന് ജീവനിലേക്കും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുമുള്ള സത്യമാർഗം അവിടുന്ന് മാത്രമാണ് കേട്ടോ. നമ്മൾ യോഹന്നാൻ 18:37 വായിച്ചപ്പോൾ ഇങ്ങനെ വായിച്ചില്ലേ? സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനായി ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനായി ഞാൻ ജനിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പീലാത്തോസിനോട് പറയുന്നു, മാനവജാതിക്ക് ലഭിക്കുന്ന സുവിശേഷം യേശുക്രിസ്തുവിന് ലഭിച്ചത് സത്യവചനമാണ്. യാക്കോബ് 1:18 നമ്മൾ വായിക്കുമ്പോൾ സത്യത്തിന്റെ വചനത്താൽ വായിച്ചേ. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിന്റെ വചനത്താലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അഗാപ്പേ വിദ്യാർത്ഥികളെ,
ഞാൻ നിങ്ങളോട് ഓർപ്പിക്കും, നമ്മുടെ ജന്മം സത്യത്തിന്റെ വചനത്താലാണ്. 119 സങ്കീർത്തനം ഏതാ? യോഹന്നാൻ 18:37, യാക്കോബ് 1:18. ഇനി 119 സങ്കീർത്തനം 142 പാട്ടിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ വായിച്ചേ, നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ ന്യായപ്രമാണം സത്യവുമാകുന്നു. നിന്റെ ന്യായപ്രമാണം സത്യമാകുന്നു. 119 സങ്കീർത്തനം 142 വാക്യമാണ്. ഇനി 2 ശമൂവേൽ 7:28 വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, നിന്റെ വചനങ്ങൾ സത്യമാകുന്നു. ഇതെല്ലാം എന്താണ് വെളിപ്പെടുത്തുന്നത്? പിതാവിന്റെ അടുക്കൽ എത്തിക്കുന്നതും സ്വാതന്ത്ര്യപ്പെടുത്തുന്നതും ദൈവാനുഭവമായി രൂപാന്തരപ്പെടുത്തുന്നതുമായ സത്യമായിട്ടാണ് യേശു വെളിപ്പെടുത്തിയത്. ഇത് ഈ രണ്ടെണ്ണം ദൈവിക ലക്ഷണമാണ്, ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ദൈവിക ലക്ഷണമാണ്. ഫിലദൽഫിയ സഭയ്ക്ക് വെളിപ്പെടുന്നത് വിശുദ്ധനും സത്യവാൻ. ഇനി മൂന്നാമത്, അതോടെ എടുത്ത് കഴിയുമ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. മൂന്നാമത്തെ വിഷയം, ദാവീദിന്റെ താക്കോലുള്ളവൻ. ദാവീദിന്റെ താക്കോലുള്ളത്, ഈ താക്കോൽ എന്ന് പറയുന്ന അധികാരത്തെ കാണിക്കുന്നു. താക്കോൽ, ദാവീദിന്റെ താക്കോൽ. എന്താ ദാവീദിന്റെ താക്കോൽ എന്ന് എടുത്തു പറയാൻ കൊണ്ട് കാരണം, ദാവീദ് തന്റെ ജീവിതത്തിൽ പരാജയപ്പെട്ട സന്ദർഭം എല്ലാം നമുക്കറിയാം. 2 ശമൂവേൽ 11 അധ്യായം നോക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്കറിയാം. തകർന്ന് തരിപ്പണമായവൻ, കൊലപാതകൻ, വ്യഭിചാരകൻ, അതേ തന്ത്രങ്ങൾ ഉപയോഗിച്ചവൻ. ആ ഊരിയാവിനെ കൊന്നത് തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ്. വലിയ തെറ്റാണ് താൻ ജീവിതത്തിൽ ചെയ്തത്. അഭിഷേകം പ്രാപിച്ചവൻ, ദൈവകൃപ പ്രാപിച്ചവൻ. എന്നാൽ 51 സങ്കീർത്തനം പാടി നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എല്ലാവരും ക്ഷമിച്ചു, ശിക്ഷയും കൊടുത്തു. വാൾ നിന്റെ ഗൃഹത്തിൽ നിന്ന് മാറുകയില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ കർത്താവാണ് പറയുന്നത്, ഞാൻ ദാവീദിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്. അധികാരത്തെ കാണിക്കുന്ന ദാവീദിനെ കുറിച്ച് 855 പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. 855 പ്രാവശ്യം. വെളിപ്പാട് ദിവസം അവസാനിപ്പിച്ചിരിക്കുന്നു ദാവീദിന്റെ പേരെന്ന് പറഞ്ഞാണ്. ഞാൻ ദാവീദിന്റെ പേരെന്നാണ്. ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞത്. ഒരുത്തൻ തന്റെ പാപം ഏറ്റുപറയുമ്പോൾ ദൈവം അവനോട് പൂർണ്ണമായി ക്ഷമിക്കും. ഇന്നും ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നു. ഇന്നത്തെ വിശുദ്ധന്മാർ ദാവീദിനെ കയറ്റി ഒരു പ്രസംഗം ചെയ്യിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. എപ്പോഴും അവനെ ആ മുഖത്തോടാണ് കാണുന്നത്. ദൈവം അങ്ങനെയല്ല. ദാവീദിനെ കുറിച്ച് വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അതാണ് ദൈവം അവനെ വിളിച്ച് വേർതിരിച്ചത്. അവനെ അഭിഷേകം ചെയ്തതാണ്. ഇപ്പോൾ ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ദാവീദിന്റെ സിംഹാസനത്തിന്മേൽ ഇരിക്കുമെന്നുള്ള അർത്ഥത്തിലാണ്. താക്കോൽ എന്ന് പറഞ്ഞ അധികാരത്തെ കാണിക്കുന്ന മത്തായി സുവിശേഷം 28:18 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. താക്കോല് അധികാരത്തെ കാണിക്കുക. അമ്മായിമ്മയും മരുമകളും ജീവിക്കുമ്പോൾ അമ്മായിമ്മ പഴയ കാലത്തൊക്കെ പെരയുടെ താക്കോലും അലമാരുടെ താക്കോലും ഒക്കെ ഈ മടിയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മരുമകൾ തുറക്കാൻ സമ്മതിക്കത്തില്ല, കാരണം ആ താക്കോൽ അധികാരമാണ്. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഈ അധികാരം ഒരമ്മായിമ്മ തന്റെ മരുമകളെ ഏൽപ്പിക്കാൻ തക്കണം തീരുമാനിച്ചപ്പോൾ നാട്ടുകാർ ഇവരെല്ലാവരും കൂടി, കാരണം നാട്ടുകാരെല്ലാം കൂടി പ്ലാൻ ചെയ്ത ഒരു പ്രാർത്ഥന നടത്തുന്നത്. അപ്പൊ എന്നെ അടുക്കള പിടിച്ചോണ്ട് പോയി. അമ്മായിമ്മയുടെ താക്കോലും ഒരു തവി കൊടുത്തു, മരുമകളെ കൊണ്ടുപോയി. അപ്പൊ അമ്മായിമ്മ പറഞ്ഞു, ഇന്നു മുതൽ ഈ താക്കോലും ഈ തവിയും ഞാൻ കൈമാറുന്നു, അധികാരം എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ചെയ്ത അമ്മായിമ്മമാർ വിട്ടുകൊടുക്കത്തില്ല, താക്കോലും വെച്ചുകൊണ്ട് നടക്കും. ഇവിടെ കർത്താവിനെ താക്കോൽ എപ്പോഴും അധികാരത്തെ കാണിക്കുന്നതാണ്. യെശയ്യാ 22:22 വായിച്ചേ. യെശയ്യാ 22:22. ഞാൻ ദാവീദ് ഗ്രഹത്തിന് താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കയില്ല. വായിക്കാൻ താമസം ഞാൻ പെട്ടെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഞാൻ വർഷങ്ങളായിട്ടെടുത്ത് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ദാവീദ് ഗ്രഹത്തിന് താക്കോൽ അവന്റെ തോളിൽ വെക്കും. ആരുടെ പോലെ? കർത്താവിന്റെ. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ ഒക്കത്തില്ല, അവൻ അടച്ചാൽ ആരും തുറക്കയില്ല. ഇത് ദൈവിക വാക്യത്തിന്റെ ധ്വനിയാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. നമ്മൾ വായിക്കുന്നത് 2 തീമോഥെയോസ് 2:8 ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ അരുളിച്ചെന്ന്. നമ്മുടെ കർത്താവ് ദാവീദിന്റെ സന്തതിയായി വന്നു എന്ന് വെളിപ്പെടുത്തുന്നു. ദാവീദിന്റെ താക്കോൽ എന്നത് നിയമപരമായി ക്രിസ്തു ദാവീദിന്റെ സിംഹാസനത്തിന്റെ അവകാശി
എന്ന വാഗ്ദത്തമാണ്. അത് നിവർത്തിക്കും എന്നുള്ളതിന്റെ ഉറപ്പാണ്. പാതാളത്തിന്റെ താക്കോലുള്ളവനായി യോഹന്നാൻ വെളിപ്പെട്ട ക്രിസ്തു വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി അരുളി ചെയ്യുന്നത് എന്നാണ് നമുക്കിവിടെ കാണുവാൻ കൊണ്ട് കഴിയുന്നത്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലേ, ക്രിസ്തുവിന്റെ അവകാശമാണ് അവൻ. കാരണം അവൻ ദാവീദിന്റെ പേരും ദാവീദിന്റെ സിംഹാസനം ഉള്ളവനാണ്. നിങ്ങൾ മത്തായി സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അബ്രഹാമിന്റെ വംശാവലി ആരംഭിക്കുന്നത്. ദാവീദിന്റെ പുത്രനായ എങ്ങനെയാ വംശാവലി അങ്ങനെ വന്നത്? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ. അബ്രഹാമിന്റെ ഈ ലോകപ്രപഞ്ചത്തെ അബ്രഹാമിന്റെ പുത്രനാണ്. അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14. 10 മിനിറ്റ് കൊണ്ട് ഈ ഭാഗം ഒന്ന് പറഞ്ഞു ഞാൻ പോകട്ടെ. മത്തായി സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ജനനം അബ്രഹാം മുതലാണ് ആരംഭിക്കുന്നത്. അബ്രഹാമിന്റെ മകനായ അബ്രഹാം ദാവീദിനെ ജനിപ്പിച്ചു. ദാവീദ്, അബ്രഹാം മുതൽ ദാവീദ് വരെ കേട്ടോ, ഒരു ക്രിസ്തീയ യാത്രയാണ് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. ഒരു ആത്മീയ യാത്രയാണ് കാണുവാൻ കഴിയുന്നത്. ഒരു വീണ്ടും ജനത്തോടെ ആരംഭിക്കണമെന്നുള്ള യാത്രയെക്കുറിച്ചാണ് കാണുന്നത്. ഈ വംശാവലിയെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലൂക്കോസ് ഈ വംശാവലി എഴുതിയിട്ടുണ്ട്. അവിടെ പുറകോട്ടാണ് വായിക്കുന്നത്. യോസഫിനെ ജനിപ്പിച്ചു, യോസഫ് ഇന്നാരുടെ മകൻ എന്ന് പറഞ്ഞു. അതേ പുറകോട്ട് എന്നിട്ട് അതിന്റെ 38-ാമത്തെ വാക്യത്തിൽ ആദാമിൽ ചെന്ന് അവസാനിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന വംശാവലി പുറകോട്ടാണ്. ഒരു ജഡാപദാർത്ഥത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു ജഡീയ യാത്രയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ യോസേഫിൽ തുടങ്ങിയിട്ട് പുറകോട്ട് പറയുന്നു. എന്നാൽ ഇവിടെ അബ്രഹാം മുന്നോട്ട് പറയുന്നു. അത് അബ്രഹാം മുതൽ ആരംഭിക്കുന്നു, ദാവീദ് മുതൽ. അബ്രഹാം മുതൽ ദാവീദ് വരെ ഒരു ആത്മീയ യാത്ര. എന്നിട്ട് പറയാ, അവളിൽ നിന്ന്, മറിയയിൽ നിന്ന് യേശു ജനിച്ചു എന്നാണ് പറയുന്നത്. മറിയയിൽ നിന്ന് ജനിപ്പിച്ചെന്നല്ല, അവിടെ എല്ലാവരും ജനിപ്പിച്ചെന്ന് പറഞ്ഞു വരുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നത്, മറിയയുടെ കാര്യം പറഞ്ഞത് അവളിൽ നിന്ന് യേശു ജനിപ്പിച്ചെന്നല്ല. ഈ ലോകപ്രകാരം ജനിപ്പിച്ച എന്ന് പറഞ്ഞാൽ യോസേഫ് ജനിപ്പിച്ചവനല്ല നമ്മുടെ കർത്താവ്. ഈ വിശുദ്ധ പ്രജ ഉളവായത് പരിശുദ്ധാത്മാവിനാലാണ്. ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന് സ്തോത്രം. റോമർ 1:5 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദാവീദിന്റെ സന്തതിയായി, അതേ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. റോമർ 1:5. വെളിപ്പാട് 5:5 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തു മുദ്രയിടപ്പെട്ട പുസ്തകം വാങ്ങിച്ചതായി നമുക്ക് കാണുവാൻ തക്കണം കരുതി. വെളിപ്പാട് 5:5 അവിടെയും ദാവീദിന്റെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22:6 ദാവീദിന്റെ കാര്യം, ദാവീദിന്റെ പേരും വിശുദ്ധ വംശമാകുന്നു എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ താക്കോലുള്ളവൻ, അവൻ ഭരണാധികാരി, സർവാധിപതി എന്ന് ഈ താക്കോൽ നമ്മളെ വിളിച്ചറിയിക്കുന്നു. ചില താക്കോലുകളെ കുറിച്ച് ഞാൻ പറയാൻ തക്കൊണ്ട് പോവുകയാണ്. വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. മത്തായി 16:19. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞുമിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നമ്മൾ ഈ താക്കോലിനെ കുറിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അടുത്ത ഒരു താക്കോൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. പത്രോസ് പറയാണ്, ജനം എന്നെ കുറിച്ച് എന്നാ പറയുന്നത് ചോദിച്ചു. ഓരോരുത്തരും എഴുന്നേറ്റ് പറഞ്ഞു, നീ അതേ യെരമ്യാ പ്രവാചകനാണ്, യോഹന്നാൻ സ്നാപകൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണെന്ന് പറയുന്നു. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തോ പറയുന്നു? പത്രോസ് പറഞ്ഞു, അതേ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. പറയോനാ ശിമോനി, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, നിന്റെ അച്ചാനല്ല ഇത് വെളിപ്പെടുത്തിയത്, എന്റെ അച്ചായന. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായി എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ ഭാഗ്യവാൻ. ഈ പാറമേൽ എന്റെ സഭയെ പണി. ഈ പറഞ്ഞ പത്രോസ് അല്ല, ഈ പാറമേൽ ഞാൻ സഭയെ പണി. നീ വെറും പാറക്കഷ്ണമാണ്, നീ ക്രിസ്തുവേശുവാണ് മൂലക്കല്ല്. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഒരിക്കലും പത്രോസ് പാറയല്ല. പത്രോസെ നീ പാറയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. പത്രോസ് പാറയല്ല, പാറ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു.
എന്നിട്ട് പത്രോസിന്റെ താക്കോലെല്ലാം കൊടുത്തിട്ട് യേശു വെളിയിൽ കൂടെ നടക്കുകയല്ല. നമ്മൾ താഴോട്ട് വായിക്കുമ്പം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അത് വെളിപ്പാട് പുസ്തകത്തിൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. താക്കോലും പുത്തൻ കർത്താവിന്റെ കയ്യിലാണ്. എന്ന സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞില്ലേ? അത് അധികാരത്തെ കാണിക്കുന്നതാണ്. നിനക്ക് ഞാൻ അധികാരത്തിന്റെ ശുശ്രൂഷ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ മുഖാന്തരമല്ല വാതിൽ തുറന്നു കൊടുത്ത് സ്വർഗത്തിലേക്ക് ആൾക്കാരെ കയറ്റിവിടുന്നത്. ആ അധികാരം പത്രോസ് ഉണ്ടായിരുന്നെങ്കിൽ പത്രോസ് പറയുമോ, മറ്റൊരുത്തിന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമമേ ഇല്ല, യേശു മാത്രം. ഞാൻ താക്കോലാണ്, എൻ്റെ കയ്യിലാണ് താക്കോൽ ഇരിക്കുന്നത്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഞാനാണെന്ന് എപ്പോഴെങ്കിലും പത്രോസ് പറഞ്ഞിട്ടുണ്ടോ? പത്രോസ് ലേഖനം എഴുതിയപ്പോൾ 1 പത്രോസ് 2 വായിക്കാണ്, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ ജീവനുള്ള കല്ലുകളാണ് നിങ്ങൾ. ആ ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കുന്ന കല്ലിന്മേലാണ് സഭയെ പണിയുന്നത്. നമ്മളിങ്ങനെ 1 Corinthians 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ആ പാറ ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവാകുന്ന പാറമേലാണ് സഭ പണിതിരിക്കുന്നത്. ആ കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് കർത്താവ് പറയാണ്, സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു കേട്ടോ. നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും, നീ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മത്തായി 18:15 മുതൽ വായിച്ചേ. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാഞ്ഞാൽ സഭയോട് അറിയിക്ക. സഭയെയും കൂട്ടാഞ്ഞാൽ അവൻ നിനക്ക് പുറംജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വെള്ളം കുടിച്ചോണ്ട് വിക്കിപ്പോയി. ഇവിടെ പറയുന്നത് സ്വർഗരാജ്യത്തിന് താക്കോൽ എന്ന് പറഞ്ഞാൽ സഭയിൽ തെറ്റുകാരി വന്നാൽ അവരെ വ്യക്തിപരമായി ഗുണദോഷിക്കണം. ആദ്യമേ വ്യക്തിപരമായി ഗുണദോഷിക്കുമ്പോൾ അവന്റെ വാക്ക് കൂട്ടാക്കിയില്ലെങ്കിൽ സഭയെ അറിയിക്കണം. 2-3 പേരെ കൂട്ടിച്ചെല്ലണം. 2-3 പേരെ കൂട്ടിച്ചെന്നിട്ട് അവരുടെ വാക്കും കൂട്ടിയില്ലെങ്കിൽ സഭയെ അറിയിക്കണം. അതാണ് ഈ അധികാരത്തിന്റെ ശുശ്രൂഷ. സ്വർഗരാജ്യത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞാൽ സഭയിലുള്ള അധികാരത്തെയാണ് കാണിക്കുന്നത്. അല്ലാതെ പത്രോസിൽ കൂടെ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന കാര്യമല്ല. ഞാൻ അടുത്ത താക്കോൽ വെളിപ്പാട് 1:18 വായിച്ചേ. ഇത് പറഞ്ഞ് നമുക്ക് നിർത്താം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. കർത്താവ് പറയാണ് അടുത്ത താക്കോൽ, മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ. നാം മരിക്കുന്ന എപ്പോഴാണ് കർത്താവ് തീരുമാനിക്കുന്നത് കേട്ടോ. ആ താക്കോൽ കർത്താവിന്റെ കയ്യിലാണ്. ചിലത് പറയും അന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറയും, അല്ലേ? അങ്ങനെ എടുക്കാനൊക്കത്തില്ല. കർത്താവ് ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ട്, ഈ താക്കോൽ കർത്താവിന്റെ കയ്യിലാണ്. അത് വെളിപ്പാട് 20-ാം അധ്യായത്തിൽ ഒരു താക്കോലിനെ കുറിച്ച് കാണുന്നു, അത് അഗാധകൂപത്തിന്റെ താക്കോൽ. ഇനി വെളിപ്പാട് 9:1 വായിക്കുന്നു, അതിങ്ങനെ വായിക്കുന്നു, അപ്പോൾ ഒരു ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. ദുഷ്ടാത്മ സേനയിന്മേൽ അധികാരമുള്ള താക്കോൽ. അതാണ് 9-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവസാനത്തെ താക്കോൽ. ലൂക്കോസ് 11:52. ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞ് നിങ്ങൾ തന്നെ കിടക്കുന്നവരെ തടഞ്ഞും കളഞ്ഞു. പരിജ്ഞാനത്തിന്റെ താക്കോൽ. എനിക്കിതൊക്കെ വിവരിക്കുന്ന ആഗ്രഹമുണ്ട്. ദൈവം നമുക്ക് പരിജ്ഞാനം തന്നിട്ടുണ്ട്, അതൊരു താക്കോൽ. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? അതേ, ഞാൻ ദാവീദിന്റെ താക്കോൽ ഉള്ളവനായി ആരും അടയ്ക്കാതെ വണ്ണം, ഒരു 3 മിനിറ്റോടുണ്ട്, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. നിങ്ങൾ ശാന്തമായിട്ടിരിക്കണം. ഞാനിപ്പോ 2-ാമത്തെ മണിക്കൂറാണ്, പൂനായില് ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഇറങ്ങിയ ഉള്ളൂ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നത്. ദൈവം അപ്രകാരം ചിലപ്പം നമ്മളെ അടയ്ക്കും. നമ്മൾ ചില ഏരിയ ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാകുന്നില്ലെങ്കിൽ ദൈവം അത് അടച്ച വാതിലാന്ന് മനസ്സിലാക്കണം. ചില ഏരിയ ചെല്ലുമ്പോൾ നമുക്ക് തുറന്നു വാതിൽ തരും, അത് ദൈവം തുറന്നാന്ന് മനസ്സിലാക്കണം. ദൈവം അടച്ചതും ദൈവം തുറന്നുമായൊരു വാതിലല്ലേ. യോനായുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. യോനായുടെ വാതിൽ ദൈവം തമ്പുരാൻ അടച്ചു.
പിന്നീട് യോനയുടെ വാതിൽ തുറന്നു. അവൻ എത്ര പ്രാവശ്യം ദൈവം പറഞ്ഞ വഴിയെ അനുസരിക്കാതെ വന്നപ്പോൾ അടച്ചു. അവൻ തിമിംഗലത്തിന്റെ വഴി അതേ വയറ്റിൽ പോയി. ദൈവം അടച്ചു. നീ എന്റെ മുൻപ് പിൻപും അടച്ചു എന്നാ വായിക്കുന്നു. എന്റെ മുൻപും പിൻപും അടച്ചു. അവ ചില സമയത്ത് ദൈവത്തിന്റെ വഴികളിൽ നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ കടക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ വാതിൽ അടയ്ക്കും. ചില സമയത്ത് ആ വാതിൽ നമുക്ക് തുറന്നു തരും. അടുത്ത ആഴ്ചയിൽ ദൈവം അടച്ച വാതിലും ദൈവം തുറന്ന വാതിലും ഒരല്പ ചരിത്രത്തിൽ നമ്മൾ വിവരിക്കാനുണ്ട്. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ച് അവസാനിപ്പിക്കുന്നു. ഫിലദെൽഫ്യയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനാണ് ചെയ്യുന്നത്. അതിന്റെ 8ാമത്തെ വാക്യം നമ്മൾ അടുത്ത ആഴ്ച ചിന്തിക്കും. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അഗാപ്പേ ബൈബിൾ കോളേജ് മുഖാന്തരം വാതിൽ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. അനേക സുവിശേഷ വഴിക്ക് ഇറങ്ങട്ടെ. ഈ ബൈബിൾ സ്കൂളിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഖാന്തരം അനേക കർത്താവിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ലാലു. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം. വളരെ അനുഗ്രഹീതമായ ഒരു ക്ലാസ് ഇന്ന് കർത്താവിന്റെ ദാസനിലൂടെ കേൾപ്പാനിടയായി തീർന്നല്ലോ. വളരെ തിരക്കുകൾക്കിടയിലും നമ്മളോട് കാണിക്കുന്ന എല്ലാ ആത്മാർത്ഥതയ്ക്കും സഹകരണത്തിനും സ്വർഗത്തിലെ ദൈവം പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനിക്കട്ടെ. തനിക്ക് ലഭിച്ച അറിവുകളൊക്കെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം തന്നിലൂടെ കാണിക്കുന്ന നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. അവസാനമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സിസ്റ്റർ മിനി മാത്യു അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമോ? അവസാനമായി സിസ്റ്റർ മിനി മാത്യു പ്ലീസ്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ കർത്താവേ, ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം കർത്താവെ പോൽക്കാലമായ ദിവസത്തിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ കർത്താവേ ഇതിന്റെ ദാസനിൽ നിന്ന് കർത്താവെ ഹല്ലേലൂയ ആരും തുറക്കാതെ വണ്ണം ഹല്ലേലൂയ അടയ്ക്കുകയും ഹല്ലേലൂയ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അപ്പ ഞങ്ങൾ അറിയുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവെ സ്തോത്രം. നിന്റെ ദാസനെ ഹല്ലേലൂയ കർത്താവെ നീ അനുഗ്രഹിക്കുമാറാണമേ. ആയുസ് ആരോഗ്യം നൽകണം. അനേർക്ക് പ്രയോജനം ചെയ്യുവാൻ കർത്താവെ നീ സഹായിക്കണേ. സോം പ്ലാറ്റ്ഫോമിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ലാലു പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവ്. ഉയരത്തിലെ ശക്തിയാൽ കർത്താവെ നീ ഞങ്ങളെ നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമായ കൃപ കർത്താവെ നീ തരുമാറാണമേ. കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മറയ്ക്കണമേ കർത്താവ്. ഒരു ദുഷ്ടശക്തി ഞങ്ങളെ തൊടുവാൻ ഇടയാക്കല് കർത്താവിന്റെ ഹല്ലേലൂയ വരവിന് വേണ്ടി നോക്കി പാർപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. പണ്ട് കർത്താവെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അനേർക്ക് പ്രയോജനം ചെയ്യുവാൻ നീ അവരെയൊക്കെ സഹായിക്കണമേ കർത്താവ്. എല്ലാ തടസ്സങ്ങളെ മാറ്റണമേ കർത്താവെ. അല്ല ഇത്രത്തോളം നീ ഞങ്ങളെ നടത്തിയതിനായി സ്തോത്രത്തോടൊന്നും കർത്താവിന്റെ സാന്നിധ്യം കൃപയെ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവെ. ഞങ്ങൾ എല്ലാവരും കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കൃപയെ ഞങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവമഹത്വം എടുക്കണമേ കർത്താവെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേക ഇന്ന് ബൈബിൾ ക്ലാസ് എടുത്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യാത്രയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നാളെ വൈകിട്ട് ക്രിസ്റ്റോളജി പാസ്റ്റർ ജോർജ് വർഗീസ് എടുക്കുന്നതാണ്. എല്ലാവരും സമയത്ത് ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. എന്തോ അടുത്ത വ്യാഴാഴ്ച ഞാനില്ല. ഓക്കെ. വേറെ ദിവസം എടുക്കുക. അടുത്ത ആഴ്ച മൊത്തം ഇല്ല അല്ലേ? അടുത്ത ആഴ്ച മൊത്തം ഇല്ല. അതുകൊണ്ട് പിന്നെ ഫ്യൂച്ചറിൽ വേറെ ദിവസം എടുക്കാം. നോ പ്രോബ്ലം. അത് മാറ്റിക്കോളാം. ഓക്കെ മാസ്റ്റർ. താങ്ക് യു.